നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് ബംഗാളിലെ അൺഫോർച്ചുനേറ്റ്, അത് വളരെ നിർഭാഗ്യകരമായ ഡെവലപ്മെന്റ്സ് ആണ്. അതായത് ഇന്നലെ രാത്രിയിൽ ഗവർണർ ശ്രീ രവി നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു. രാജിവെക്കാത്ത മുഖ്യമന്ത്രിയെ അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നു. ഇന്ന് BJPയുടെ നിയമസഭാ സാമാജികരുടെ മീറ്റിംഗ് നടക്കുകയാണ്. അതിനിടയ്ക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് സുവേന്ദു അധികാരി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ PS-നെ ആരോ വധിച്ചിരിക്കുന്നു. അത് TMCയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവർ ബഹളമുണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളത് ന്യൂ മാർക്കറ്റ് പോലെ കൽക്കട്ടയിലെ ഒരു സെൻട്രൽ പ്ലേസിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ കണ്ടത്, ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു കച്ചവടക്കാരനെ പൊക്കിയെടുത്ത് പാരപ്പെട്ടിൻ്റെ മേളിൽ കൂടെ എറിയുന്നതായിട്ടുള്ള ഒരു സീൻ കണ്ടു. ഇത് കാണിക്കുന്നത്, എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നത് ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഇത് സാധാരണമാണ്. പക്ഷെ ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളിലേക്ക് തിരിയുന്നു എന്നുള്ള ഒരു ദാരുണ സംഭവം, ദാരുണ ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കൂടെ ഒരു ന്യൂസും വരുന്നുണ്ട്. BJPയിൽ ജയിച്ച 200 ശിഷ്ടം ആൾക്കാർ ജയിച്ചിട്ട് അതിൽ ഒരു മുസ്ലിം പോലും BJP നോമിനേറ്റ് ചെയ്തിട്ടില്ല. അതായത് 30-35% പോപ്പുലേഷനുള്ള ബംഗാളിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു മുസ്ലിം, അതായത് 30% അല്ലെങ്കിൽ 35% ഒരു പ്രതിനിധി മുസ്ലിം ആയതുകൊണ്ടല്ല, അതായത് നമ്മളൊരു സംഖ്യ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു MLA പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നു. അതായത് ലോക്സഭയിൽ BJP അതേ പരിപാടി മുസ്ലിം സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുള്ള ബംഗാളിലും ചെയ്തിരിക്കുന്നു. അതായത് എന്താണ് ഇത് പൊളിറ്റിക്കലി BJP നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? ചെറിയാൻ, നമ്മൾ ഭയപ്പെട്ടതുപോലെ, ജനാധിപത്യ ഇന്ത്യ ഭയപ്പെട്ടതുപോലെ ബംഗാൾ വിഭജന കാലത്തേക്ക് 2 വിഭജനങ്ങളുടെ 1905, അതിനുശേഷം 1940 സ്വാതന്ത്ര്യ സമരത്തിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായി. വിഭജനത്തിന്റെ സമാനമായ, ഞാൻ പറയുന്നത് എനിക്കറിഞ്ഞൂടാ, ഒരു ആഭ്യന്തര യുദ്ധം, സിവിൽ വാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ, ഹിന്ദു മുസ്ലിം ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു വക്കിലാണെന്ന ഒരു ഭീതിജനകമായ അവസ്ഥയിലേക്കാണ് ആ സംസ്ഥാനം ബംഗാൾ പോകുന്നത്. ഇതിനെ താങ്കൾ പറഞ്ഞതുപോലെ ബംഗാൾ നോർത്ത് ഈസ്റ്റിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ട് ബംഗാളിൽ ഇത് പുതിയ കാര്യമല്ല. തിരഞ്ഞെടുപ്പിന് മുൻപും തിരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾ പുത്തരിയല്ല. അതാദ്യം മനസ്സിലാക്കണം. കാരണം എനിക്ക് കുറഞ്ഞത് 1972 മുതൽ സിദ്ധാർത്ഥ ശങ്കർ റേ ഇവിടെ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ് മുതൽ എനിക്കൊരു ഓർമ്മയുമുണ്ട്. കുറച്ച് രാഷ്ട്രീയമായത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അക്രമങ്ങൾ പതിവാണ്. 1972 തിരഞ്ഞെടുപ്പ് പോലും കൃത്യമായി പട്ടാളത്തെ ഉപയോഗിച്ച്, അതിനുശേഷമാണ് ജ്യോതി ബാസു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതും മറ്റും. അത്ര എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരായി തുടങ്ങിയ കാലഘട്ടത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുൻപുള്ള ആ തിരഞ്ഞെടുപ്പ്, തിരഞ്ഞെടുപ്പ് ഇതേപോലെ പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിച്ച് കോൺഗ്രസ് ജയിക്കുകയായിരുന്നു. പിന്നെയാണ് അടിയന്തരാവസ്ഥയും അതിനെ പിന്നീട് തുടർന്ന് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം ഉണ്ടാവും. പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും, കോൺഗ്രസിനെ CPIM പുറത്താക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇതേ തരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണത്തിന്റെയും ബൂത്ത് പിടിച്ചെടുക്കലിന്റെയും ഭയപ്പെടുത്തലിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിലാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം. അതിൽ ഒരു പാർട്ടിയും കുറ്റവിമുക്തരല്ല.
അത് കോൺഗ്രസിന് ശേഷം CPM ഏറ്റെടുക്കുന്നു. CPM തുടർച്ചയായി അതിന്റെ ആ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഭയപ്പെടുത്തലും എക്സ്റ്റോർഷനും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അവർ ദീർഘകാലം അധികാരത്തിൽ തുടരുന്നു. 2011 ഇതേ നാണയം ഉപയോഗിച്ചുകൊണ്ട്, ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ജനവികാരത്തെ മുതലെടുത്തുകൊണ്ട് മമത അധികാരത്തിൽ വരുന്നു. അന്നും ഉണ്ടായിരുന്നു. അന്ന് മമത അധികാരത്തിൽ വരുന്ന സമയത്ത് 50,000 CPIM അണികൾ, അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടെന്നുള്ളതാണ് മറക്കാത്ത പാടില്ലാത്ത കാര്യം. 50,000 പേര് ബംഗാളിൽ തന്നെ കൽക്കട്ടയിൽ അഭയാർത്ഥികളായി മാറുന്നു. 500 ഇടതുപക്ഷ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തിന്റെ ഒരു വ്യത്യാസവും ഇപ്പോൾ സംഭവിക്കുന്നില്ല. 2-3 തവണത്തെ അധികാരത്തിന് ശേഷം മമത തിരഞ്ഞെടുപ്പിൽ തോൽക്കലിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ ഇത് ആരെയും അത്ഭുതപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ച 2 ദിവസം രാത്രി നടക്കുന്ന കാളരാത്രി പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇത് വർഗീയമാണ്, മുസ്ലിം വിരുദ്ധമാണ്, ഹിന്ദുത്വ RSS കൃത്യമായി അത്തരത്തിൽ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമാണ്. അവിടെയാണ് സർ, അവിടെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒരു പ്രശ്നമുണ്ടാകുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ പല ഡൽഹി സുഹൃത്തുക്കളും ഇടതുപക്ഷ ക്യാമ്പിലുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ ഒരു വിലാപം അല്ലെങ്കിൽ ലാമെന്റ് എന്ന് പറയുന്നത്, ബംഗാളിൽ ഈ ട്രെൻഡ്, ഹിന്ദുത്വ ട്രെൻഡ് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. SP മുഖർജി, ശ്യാമപ്രസാദ് മുഖർജി ബംഗാളി ആയിരുന്നു. അദ്ദേഹമാണ് ഭാരതീയ ജനസംഘം, അതായത് BJP എന്ന പാർട്ടിയുടെ നേരത്തെയുള്ള രൂപം തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. ഹിന്ദു മഹാസഭയുടെ രാഷ്ട്രീയവൽക്കരണം നടന്നത് ബംഗാളിലാണ്. അതുകൊണ്ട് എത്ര വിപ്ലവ ചിന്തകൾ ഉണ്ടെങ്കിലും അതിനൊക്കെ പുറകിൽ അണയാത്ത ഒരു കനൽ കിടപ്പുണ്ടായിരുന്നു ഹിന്ദുത്വയുടെ. അതാണോ ഒരു തരത്തിൽ പറഞ്ഞ ആ സമൂഹത്തിന്റെ ആ ഒരു ആണോ? വീണ്ടും താങ്കൾ വളരെ കൃത്യമായി ഈ പ്രശ്നത്തിന്റെ ഹൃദയത്തിലേക്ക് താങ്കൾ കടന്നു. വെസ്റ്റ് ബംഗാളിന് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിത്തുള്ള ഒരു ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി, ഹിന്ദു ഭീകരവാദികൾ തുടങ്ങിയവർ. അതാണ് ആ ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. 1905 ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ആ വിഭജന രാഷ്ട്രീയം അത് ഉണ്ടായി. അതിനുശേഷം ഹിന്ദു മഹാസഭ അവിടെ വളരുന്നുണ്ട്. ഹിന്ദു മഹാസഭ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരമുള്ള ഗാന്ധിജിയുടെയും കോൺഗ്രസിന്റെയും നെഹ്റുവിന്റെയും പ്രവർത്തനത്തിലൂടെയാണ് ഒരു 70കൾ വരെ BC റായിയുടെയും മറ്റുള്ള ഒരു മതനിരപേക്ഷ ഒരു ജനാധിപത്യ സംവിധാനം അവിടെ നിലവിൽ വന്നത്. അത് കഴിഞ്ഞിപ്പോ താങ്കളുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ വിലപിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം എന്ത് വിലപിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അന്നും വളരെ വേരുറച്ചു എന്ന് നമ്മൾ വിശ്വസിച്ച സ്ഥലങ്ങളാണ്. ഈ 48 നടക്കുന്ന ഹിന്ദു മുസ്ലിം കലാപത്തിൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൊടി ഒരുമിച്ച് കെട്ടിയിട്ടാണ് കൽക്കട്ടയിൽ സമാധാന പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പോയത് കൊണ്ട് ഈ പഴയ കാര്യത്തിൽ വിലപിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. 30 വർഷം ഭരിച്ചിട്ട് 30 വർഷം അടിമുടി, അതായത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരു സമൂഹത്തെ നിങ്ങൾക്ക് മതനിരപേക്ഷവൽക്കരിക്കാൻ കഴിഞ്ഞില്ല, ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് ആക്കാൻ കഴിഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാക്കാൻ കഴിഞ്ഞില്ല, ഇടതുപക്ഷവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. ആ സത്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചറിയേണ്ട നിമിഷമാണ്. അല്ലാതെ കമ്മ്യൂണിസം പോയതോടുകൂടി അവിടെ വർഗീയത വന്നു എന്ന എളുപ്പത്തിലുള്ള പ്രചരണം ഒരു സത്യസന്ധമല്ല. അത് ഒരിക്കലും ഞാൻ സ്വീകരിക്കുകയില്ല. ഈ വർഗീയത വളർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെയും ഭരണ പരാജയവും രാഷ്ട്രീയ പരാജയവും ഉണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബംഗാളിലെ ജനതയെ കഴിഞ്ഞില്ല. ഇപ്പോഴും ശ്യാം പ്രസാദ് മുഖർജിയുടെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം തിരികൊളുത്താൻ കഴിയുന്ന ഒരു
ഒരു ഒരു ഒരു ബഹുജന സംസ്കാരമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതിൽ കോൺഗ്രസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരും ലജ്ജിക്കണം. അതാണ് സർ. മാത്രമല്ല എനിക്ക് ശ്രീ ജ്യോതിബാസു ഭരിക്കുന്ന സമയത്താണ് ആനന്ദമാർഗ് ഇന്ദിരാഗാന്ധി വളരെ കൃത്യമായി അവരെ ഐഡന്റിഫൈ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ആനന്ദമാർഗികൾ കൽക്കട്ടയിലും ബംഗാളിലും ഉയർന്നു വരുന്നതും ജ്യോതിബാബു ഭരിക്കുന്ന സമയത്താണ്. അത് നമുക്ക് മറന്നുകൂടാ. അവരൊരു വളരെ സെക്യുലറിയൻ ആയിട്ടുള്ള വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ ഫോഴ്സ് ആയിരുന്നു ആനന്ദമാർഗികൾ എന്നൊക്കെ അറിയാം. തീർച്ചയായും അതേ തുടർന്ന് ചെറിയാൻ ആനന്ദമാർഗ ചെറിയ ഒരു കൾട്ട് സെക്ട്, ആംഡ് സെക്ട് ആയിരുന്നു എന്ന് പറയാം. അതിനുശേഷവും CPM ഭരണകാലത്ത് തന്നെയാണ് RSS അതിന്റെ വിദ്യാലയങ്ങൾ ബംഗാളിൽ സ്ഥാപിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ഇത് വളരെ സൈലന്റ് ആയി RSSന്റെ വികാസം ബംഗാളിലും നോർത്ത് ഈസ്റ്റിലും സംഭവിക്കുന്നത് ഈ പറയുന്ന മമതയ്ക്ക് ബാനർജിക്ക് മുൻപ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒളിച്ചോടിയിട്ട് കാര്യമില്ല, ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബംഗാളിനെ പോലെ സെൻസിറ്റീവായ ചരിത്രപരമായി എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സ്ഥലത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിഞ്ഞില്ല, ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫലമാണ് ഇന്ന് RSS സുസംഘടിതമായി അധികാരം കേന്ദ്രത്തിൽ പിടിച്ചുകൊണ്ട് വർഷങ്ങളെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തനം, ഹിന്ദുക്കളുടെ ഇടയ്ക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് പട്ടാളത്തെ ഇറക്കിക്കൊണ്ട് വോട്ട് ലിസ്റ്റ് തിരിമറി ചെയ്തുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിച്ച് RSSന് ഗുണ്ടകളെ ഉപയോഗിച്ച് ലുങ്കി എടുത്തു വരുന്നവരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അതാണ് ലുങ്കി മിയായുടെ അടയാളം, ഗ്രാമീണ മുസ്ലിം ബംഗാളിയുടെ അടയാളം. അവനെ വോട്ട് ചെയ്യാൻ സമ്മതിപ്പിച്ചില്ല. ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ 2 ലക്ഷം പട്ടാളക്കാരെ ഇറക്കി കേന്ദ്രത്തിലെ വടക്കേ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ച ശേഷം കൽക്കട്ടയിൽ കാളരാത്രി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചിക്കടകൾ ഇടിച്ചു നിരത്തുകയാണ്. മുസ്ലിം പേരുള്ള കടകളുടെ ബോർഡുകൾ അടിച്ച് തകർക്കുകയാണ്. എന്തിന്? ഒരു ലെനിൻ സ്റ്റാച്യു. അതും കേരളത്തിലെ സഖാക്കൾ, മലയാളി സഖാക്കൾ കേൾക്കുന്നത് നല്ലതാണ്. ഒരു പഴയ ലെനിൻ സ്റ്റാച്യു ബാക്കി ഉണ്ടായിരുന്നത് താഴത്ത് വലിച്ചെറിയുന്ന ചിത്രവും ഞാൻ ഇന്നലെ കണ്ടു. ഇത് തിരിച്ചറിയേണ്ടതാണ്. കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2% വോട്ട് കിട്ടിയ കോൺഗ്രസും 4% വോട്ട് കിട്ടിയ CPM-ഉം 30-40% കിട്ടിയ തൃണമൂലും പരസ്പരം പഴി പറഞ്ഞ് ഇതിന്റെ ചരിത്ര കാരണങ്ങൾ പറഞ്ഞ് ഇതിന്റെ ചരിത്രം എവിടെ വെച്ച് തുടങ്ങണമെന്ന് മാത്രം പറഞ്ഞാൽ മതി മതനിരപേക്ഷ കക്ഷികൾ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൽക്കട്ടയിൽ താങ്കൾ സൂചിപ്പിച്ച ഈ കാട്ടൻ ഈ രാക്ഷസ നൃത്തം തുടങ്ങിയിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇത് ബംഗ്ലാദേശിനെ ബാധിക്കും. ആസാമിൽ ബാധിച്ചു കഴിഞ്ഞു. ആസാമിലും ബംഗാളിലും നടന്ന ഒരേ ഒരു വ്യത്യാസം, ആസാമിൽ നിയമസഭാ മണ്ഡലങ്ങൾ വേണ്ട പോലെ അവർക്ക് RSSന് എടുക്കാൻ, മുസ്ലിങ്ങളെ ഒഴിവാക്കി ജയിക്കാൻ കഴിഞ്ഞു. ബംഗാളിൽ അത് സാധിച്ചില്ല. അതിന് പകരമാണ് ഈ 90 ലക്ഷം ആളുകളെ ഒഴിവാക്കി 20 ലക്ഷം പേരുടെ കാര്യം ഇനിയും തീരുമാനിക്കാതെ അഡ്ജൂഡിക്കേഷൻ നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത്. 149 സീറ്റുകളിൽ ഈ 90 ലക്ഷം പേരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർ ജയിച്ചതിന് കാരണമാണ്. 49 സീറ്റുകളിൽ ഈ 20 ലക്ഷം ആളുകളുടെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ മാർജിൻ അത്ര ചെറുതാണ്, തീരുമാനം മറിച്ചാവുമായിരുന്നു. 26 സീറ്റുകൾ BJPക്ക് കിട്ടിയതിന്റെ മാർജിൻ ഈ 20 ലക്ഷം ആളുകൾ പുറത്താക്കിയ വോട്ടിന്റെ ഫലത്തിലാണ്. ഇത് കൃത്യമായി ഈ ആസാമിലും ബംഗാളിലും നടന്നത് നിയമവിരുദ്ധമായ തിരഞ്ഞെടുപ്പാണ്. അത് സുപ്രീം കോടതി ഉടൻ റദ്ദാക്കണം. അതാണ് ജനാധിപത്യ ഇന്ത്യ ആവശ്യപ്പെടേണ്ടത്. അതിന് ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ തങ്ങളുടെ പഴയ വൈര്യം മറന്ന് MA ബേബിയും രാഹുൽ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസിലെ മമതയും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഉത്തർപ്രദേശിലെ മുലായം സിംഗ് യാദവും ഒരുമിച്ച് സുപ്രീം കോടതിയെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷയുണ്ടായിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി ഈ കേസ് കേൾക്കുമ്പോൾ ഒരു വരി പറഞ്ഞിരുന്നു, മാർജിൻ ചെറുതാവുകയാണെങ്കിൽ 10%-15% മാർജിൻ വരികയാണെങ്കിൽ
ഈ 20 ലക്ഷം പേർ പുറത്തു നിൽക്കുന്നതിന്റെ ഇമ്പാക്ട് ഉണ്ടോ എന്ന് അപ്പോൾ നമുക്ക് പരിശോധിക്കാമെന്ന് സുപ്രീം കോടതിയിലെ ബാച്ചി പറഞ്ഞിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് ഇനിയെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ ഒന്ന് സുപ്രീം കോടതിയെ സമീപിച്ച് ഈ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കിക്കുക. അതിനുശേഷം അതും നടക്കുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്ന ഏറ്റവും അവസാനത്തെ കയ്യിലേക്ക് ഉത്തർപ്രദേശിൽ പോവുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. BJPയുടെ വിജയത്തിന് ശേഷം BJPയുടെ പ്രാദേശിക സഹായത്തോടെ CPM പഴയ ആഫീസുകൾ തുറന്ന് ചെങ്കൊടി പൊക്കുന്നു. താങ്കൾ ദയവായി ശ്രദ്ധിക്കണം, താങ്കളുടെ കൂട്ടുകാരോട് ചോദിക്കണം ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം BJPയുടെ വിജയത്തിലൂടെ CPMന് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് CPIM തിരിച്ചറിയുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയം മാറുമോ എന്ന് സൂക്ഷിക്കണം. ഒരിടത്ത് ലെനിന്റെ പ്രതിമ തച്ചുടയ്ക്കുന്ന RSSകാരൻ വേറൊരിടത്ത് ചെങ്കൊടി ഉയർത്താൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ എനിക്ക് എന്നെ പോലെയുള്ള ഒരു പഴയ ഇടതുപക്ഷക്കാരന് എന്തോ ഒരു അവിടെ ഒരു കരട് കടിക്കുന്നു ചെറിയാൻ. അവിടെ അത് തന്നെയാണ് നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത പോലെ ആകെ റാം ബാദ്മേ ബാം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ബംഗാളിൽ, അതായത് അടുത്ത റാമിന്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമെന്ന് പറയണം. അത് പക്ഷെ ഞാൻ അതിലും വളരെ അപകടകരമായ അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേട്ട മുദ്രാവാക്യം, ഏറ്റവും ഒടുവിൽ കേട്ടത് ശുഭേന്ദു പറഞ്ഞു, CPM 10,000 വോട്ടുകൾ എനിക്ക് എന്റെ മണ്ഡലത്തിൽ മറിച്ചു തന്നുവെന്ന് RSS BJP നേതാവ്, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പറയുന്നത് ശ്രദ്ധിക്കണ്ടേ? അതില്ലെന്ന് തള്ളി പറയണ്ടേ? അങ്ങനെ ബംഗാളിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് കേരള ഘടകത്തിന്റെ ചർച്ചയെയും സ്വാധീനിക്കും. കേരളത്തിലും അത്തരത്തിൽ BJP അനുകൂലമായ മനസ്ഥിതിയുള്ള CPM അണികളുണ്ട്. പലരും അത് BJPക്ക് വോട്ട് ചെയ്തതായി നമുക്ക് കോഴിക്കോട് നിന്നും 1, 2 തുടങ്ങിയ മുസ്തഫയുടെ തൃക്കരിപ്പൂർ തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ എനിക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലരും അത് തുറന്നു പറഞ്ഞു തുടങ്ങി നമ്മുടെ വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെട്ടു എന്ന്. അപ്പോ അത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ചെറുതാണെങ്കിലും ഇനിയും തിരിച്ചു വരാനാണ് CPMഉം CPIയും ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ശക്തമായ ഒരു ഇടതുപക്ഷ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്കാണ് പോകുന്നത്. ബംഗാളിലെ ഇടതുപക്ഷത്തിനെ പറ്റി അവർക്ക് ലെഫ്റ്റ് ഈസ് ട്രൈങ് ടു ബി ലെഫ്റ്റോവേഴ്സ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ആ രീതിയിലേക്കാണ് അവരുടെ ആണെങ്കിൽ അവർ വിശ്വസിക്കാത്ത ദൈവം രക്ഷിക്കട്ടെ, അവർ വിശ്വസിക്കാത്ത രാമൻ രക്ഷിക്കട്ടെ, ഇടതുപക്ഷം ബാമം രക്ഷിക്കില്ല അവരെ. അതാണ് നമുക്ക് പറയാനുള്ളത്. അത് ചർച്ച ചെയ്ത് അതിന് വേണ്ട പരിഹാരം കിട്ടാൻ ഇനിയും മരിച്ചിട്ടില്ലാത്ത ഇടതുപക്ഷ മനസ്സിട്ടുള്ള അത് താങ്കൾ ആലോചിച്ച് നോക്കിയാല് ഒരു താരതമ്യം കൂടി ഇവിടെ നല്ലതാണ്. തമിഴ്നാട്ടിൽ അവിടുത്തെ CPMഉം CPIയും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിരിക്കുകയാണ്. DMKയോടൊപ്പം വിജയിനെ അനുവദിക്കണം, സർക്കാർ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവരുടെ കൂടെ പോകാതെ ഗവർണറുടെ കള്ളക്കളിയെ വെല്ലുവിളിക്കുന്ന ആന്റി ഫാസിസ്റ്റ് രാഷ്ട്രീയ നിലപാടാണ് തമിഴ്നാട് സഖാക്കൾ എല്ലാ ഇടതുപക്ഷവും എടുക്കുന്നത്. അപ്പോൾ ബംഗാളിൽ പാർട്ടി ആഫീസ് തിരിച്ചു പിടിക്കാനുള്ള അവസരമായി BJPയുടെ തിരിച്ചുവരവ് കാണുന്നെങ്കിൽ അത് ഇന്ത്യൻ പ്രസ്ഥാനത്തെ കീറി മുറിക്കും. അത് ഭയാനകമായ ഒരു ഐഡിയോളജിക്കൽ ഗ്രൗണ്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അത് മാത്രമാണ് നമ്മൾ പറയാനുള്ളത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.